ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാകുന്നത് ദൈവത്തെ വിളിക്കാത്തത് കൊണ്ടാണ്. ദൈവത്തെ വിളിച്ച് ജീവിച്ചാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും വരില്ല എന്നൊരു ധാരണ പൊതുവെ ആളുകൾ വെച്ച് പുലർത്താറുണ്ട്. എന്നെപ്പോലെ പ്രസംഗിക്കുന്ന അനേകരുടെയും പ്രധാന വിഷയം തന്നെ അതായി കാണാറുണ്ട്. ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ദൈവത്തെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ലേ? അങ്ങനെയെങ്കിൽ ദൈവത്തെ വിളിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ രോഗവും പ്രയാസവും എല്ലാം? പ്രിയ സുഹൃത്തേ, നിങ്ങളുടെ സംശയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള ഉത്തരം നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കണം. ഇന്ന് ഉൽപ്പത്തി പുസ്തകമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ നാം കണ്ടത് യാക്കോബിൻ്റെ ആത്മീയ ജീവിതത്തിലെ ഒരു ഉയർന്ന കൊടുമുടിയാണ്. അവിടെ യാക്കോബ് ദൈവത്താൽ സ്പർശിക്കപ്പെടുന്നത് നാം കാണും. മുൻപോട്ടും പുറകോട്ടും വലത്തോട്ടും ഇടത്തോട്ടും പോകുവാൻ നിർവാഹമില്ലാതെ ഏകനായി യാബോക്ക് കടവിൽ തകർന്നിരിക്കുന്ന യാക്കോബിനെ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ നാം കാണുന്നു. ആ ഏകാന്തതയിൽ ഇതാ ഒരു പുരുഷൻ വന്ന് അവനോട് മല്ല് പിടിക്കും. യാക്കോബല്ല, ആ പുരുഷനാണ് യാക്കോബിനോട് മല്ല് പിടിക്കുന്നത്. യാക്കോബ് ജീവിതകാലം മുഴുവൻ മല്ല് പിടിച്ച് ജീവിച്ചവനാണ്. ഇനിയും മറ്റൊരു ഗുസ്തിക്ക് അവൻ തയ്യാറല്ലായിരുന്നു. അവൻ്റെ പിൻപിൽ അമ്മാവൻ ലാബാൻ, അയാൾ ഒരു കൽക്കൂനയും കൂട്ടി കാത്തിരിക്കുന്നു. അവൻ്റെ മുൻപിൽ കഴിഞ്ഞ 20 വർഷം താൻ ആരെ ഭയപ്പെട്ടോ അവനൊരു വലിയ കൂട്ടം ആളുകളുമായി വരുന്നു എന്നറിഞ്ഞ് ഇവരെ രണ്ടുപേരെയും യാക്കോബ് ഏറ്റവും ഒടുവിൽ കണ്ടപ്പോഴത്തെ ആ ചിന്തയാണ് മനസ്സിൽ വരുന്നത്. അവർ രണ്ടുപേരും അന്ന് യാക്കോബിന് നേരെ തീ തുപ്പി നിൽക്കുകയായിരുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ മറ്റൊരാളെ കൂടി നേരിടുവാനുള്ള ത്രാണി ഈ പാവം യാക്കോബിനില്ല. ആ കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ രാത്രിയിൽ തൻ്റെ അടുത്ത് വന്ന ആ പുരുഷനെ ഒഴിഞ്ഞു പോകുവാൻ മാത്രമേ യാക്കോബ് ചിന്തിച്ചു കാണൂ. എന്നാൽ ആ പുരുഷൻ വിടുവാൻ തയ്യാറല്ലായിരുന്നു. മല്ലുപിടുത്തത്തിന് അവൻ മുൻകൈയെടുത്തു. യാക്കോബിൻ്റെ തുടയുടെ തടം തൊട്ട് അവനെ മുടന്തിക്കുന്നത് വരെ യാക്കോബ് എതിർത്തു നിന്നു എന്ന് നാം വായിക്കുന്നു. തൻ്റെ സ്ഥാനം വിട്ടുകൊടുക്കുവാൻ യാക്കോബിന് യാതൊരു ഭാവവും ഇല്ലായിരുന്നു. ഒടുവിൽ ഈ മല്ല് പിടിക്കുവാൻ വന്ന പുരുഷൻ ആരാകുന്നു എന്ന് മനസ്സിലാക്കിയ യാക്കോബ് അവനിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുന്നത് വരെ അവനോട് പറ്റി നിൽക്കുന്നു. ഈ പറയുന്ന സമയം അത്രയും യാക്കോബ് വിധേയപ്പെടാതെ ദൈവഹിതത്തിന് സമർപ്പിക്കാതെ മറുത്തു നിൽക്കുക ആയിരുന്നു. തൻ്റെ പക്ഷം ശരി, തൻ്റെ പ്ലാനുകൾ മാത്രമേ ഗുണം ചെയ്യൂ എന്ന ഭാവം. എന്നാൽ ഈ പറഞ്ഞ സമയം മുതൽ, അതായത് ദൈവം അവനെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന സമയം മുതൽ നാം യാക്കോബിൽ ഒരു മാറ്റം കാണുകയാണ്. ഇവിടം മുതൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ ശരിയായ ദിശയിലേക്കുള്ള മാറ്റം നാം കാണുവാൻ പോവുകയാണ്. ഒരു പുതിയ മനുഷ്യനെ പരിചയപ്പെടുന്ന പ്രതീതി നമുക്ക് ഇവിടെ ഉണ്ടാകുന്നതാണ്. അഭിനയമല്ല, യഥാർത്ഥത്തിൽ യാക്കോബ് ഒരു പുതിയ മനുഷ്യൻ തന്നെയായി. സംശയം വേണ്ട. എന്നാൽ ഈ പുതിയ മനുഷ്യനായ യാക്കോബ് ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടുന്നത് നാം ഇനിയും കാണുവാൻ പോവുകയാണ്. അത് കാണുമ്പോൾ പലരും പകച്ചു നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച ഒരു വ്യക്തിയിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമോ എന്ന ചോദ്യം. അതേ പ്രിയ സുഹൃത്തേ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ഉറപ്പുള്ള വ്യക്തികൾക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. നാം പാപമയമായ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ദൈവം അത് അനുവദിക്കുന്നതാണ്. എന്തിനെന്ന് ചോദിച്ചാൽ തൻ്റെ പ്രിയ മക്കളെ ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുവാൻ അനുവദിച്ച് അവരെ രൂപപ്പെടുത്തി കൂടുതൽ പ്രയോജനമുള്ളവരാക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തെ വിളിക്കുന്നത് പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞുപോയി സൗകര്യപ്രദമായ ഒരു ജീവിതം ജീവിക്കുവാനാണെന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ് നാം പലപ്പോഴും പ്രതിസന്ധികളിൽ പതറിപ്പോകുന്നത്.
നാം ദൈവത്തെ വിളിക്കുന്നത് നമ്മുടെ അസൗകര്യങ്ങൾ മാറി നമ്മുടെ സൗകര്യത്തിന് ജീവിക്കുവാനല്ല സുഹൃത്തെ. പിന്നെയോ ദൈവഹിതപ്രകാരം ജീവിച്ച് ദൈവനാമം മഹത്വപ്പെടുവാനാണ്. അങ്ങനെയുള്ള ജീവിതങ്ങൾ മാത്രമാണ് എല്ലാവർക്കും അനുഗ്രഹമാകുന്നത്. ദൈവം അനുവദിക്കുന്ന പ്രതിസന്ധികൾ നമ്മെ നശിപ്പിക്കുവാനല്ല, അത് നമ്മെ ശിക്ഷിക്കുകയുമല്ല. ഏതായാലും ഈ പുതിയ മനുഷ്യൻ യാക്കോബിനെ ഇനിയും നമുക്കൊന്ന് കാണണം. ഉൽപ്പത്തി പുസ്തകം 33 അധ്യായം മുതലാണ് നാം അത് കാണുവാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 33 അധ്യായം 1 വാക്യം ശ്രദ്ധിച്ചാട്ടെ. ഇന്നത്തെ ജീവസന്ദേശ പഠനം ഇവിടെ നാം ആരംഭിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിൽ നാം കാണുന്നത് യാക്കോബിന്റെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനമാകുന്നു. അതെ, യാക്കോബ് ദൈവത്താൽ സ്പർശിക്കപ്പെടുന്നത്. അന്ന് രാത്രി ഒരു പുരുഷൻ യാക്കോബിനോട് മല്ല് പിടിച്ചു. യാക്കോബല്ല, ആ പുരുഷനാണ് മല്ല് പിടിച്ചത്. യാക്കോബ് ഇനിയും മറ്റൊരു ഗുസ്തിക്ക് തയ്യാറല്ലായിരുന്നു. അവന്റെ പിൻപിൽ അങ്കിൾ ലാബാൻ ഒരു കൽക്കൂനെയും കൂട്ടി കാത്തു നിൽപ്പുണ്ട്. അവന്റെ മുൻപിൽ അവന്റെ സഹോദരൻ ഏശാവ് ഒരു വലിയ കൂട്ടം ആളുമായി വരുന്നുണ്ട്. ഇവരെ രണ്ടുപേരെയും ഏറ്റവും ഒടുവിൽ യാക്കോബ് കണ്ടപ്പോൾ അവർ യാക്കോബിന്റെ നേരെ തീ തുപ്പി നിൽക്കുകയായിരുന്നു. ഇങ്ങനൊരു സാഹചര്യത്തിൽ മറ്റൊരാളെ കൂടി നേരിടുവാനുള്ള ത്രാണി ഈ പാവം യാക്കോബിനില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ പുരുഷൻ യാക്കോബുമായുള്ള മൽപിടുത്തത്തിന് മുൻകൈയെടുക്കുകയാണ്. ഇവിടെ വന്നതായി പറഞ്ഞിരിക്കുന്ന പുരുഷൻ മനുഷ്യാവതാരത്തിന് മുൻപുള്ള ക്രിസ്തു ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞതായിരുന്നല്ലോ. യാക്കോബിന്റെ തുടയുടെ തടം തൊട്ട് അവനെ മുടന്തിക്കുന്നതുവരെ യാക്കോബ് എതിർത്തു നിന്നു. വിട്ടുകൊടുക്കുവാൻ യാക്കോബിന് യാതൊരു ഭാവവും ഇല്ലായിരുന്നു. ഒടുവിൽ ഈ മല്ല് പിടിക്കുന്ന പുരുഷൻ ആരാകുന്നു എന്ന് മനസ്സിലാക്കിയ യാക്കോബ് അവനിൽ നിന്നും അനുഗ്രഹം വാങ്ങുന്നതുവരെ പറ്റി നിൽക്കുന്നു. ഈ പറഞ്ഞ സമയം മുഴുവൻ യാക്കോബ് ദൈവത്തിന് വിധേയപ്പെടാതെ, ദൈവശബ്ദത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ മറുത്തു നിൽക്കുകയായിരുന്നു. എന്നാൽ ഈ പറഞ്ഞ സമയം മുതൽ, അതായത് ദൈവം അവനെ അനുഗ്രഹിച്ച സമയം മുതൽ യാക്കോബിൽ നാം ഒരു മാറ്റം കാണുകയാണ്. ഇനിയും അങ്ങോട്ട് നാം അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ശ്രദ്ധിക്കുവാൻ തന്നെ പോകുകയാണ്. നാം ആരോ പുതിയൊരു മനുഷ്യനെ പരിചയപ്പെടുന്ന പ്രതീതി നിങ്ങൾക്കുണ്ടാകും. വാസ്തവത്തിൽ യാക്കോബ് ഒരു പുതിയ മനുഷ്യൻ തന്നെയാണ്. അതേസമയം തന്നെ അവൻ്റെ ജീവിതത്തിൽ അവൻ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത വിധം പ്രശ്നങ്ങളും നാം കാണുവാൻ പോവുകയാണ്. അത് കാണുമ്പോൾ സാധാരണ ഉയർന്നു വരാറുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച ഒരു വ്യക്തിയിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമോ എന്നുള്ളതാണ് ആ ചോദ്യം. അതെ സുഹൃത്തെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീർച്ചയായും ഉണ്ടാകും. ദൈവം അതനുവദിക്കുന്നത് ആ വ്യക്തിയെ രൂപപ്പെടുത്തി അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കുവാനാണ്. അല്ലാതെ വ്യക്തിയെ നശിപ്പിക്കുവാനോ ആ വ്യക്തിയെ ശിക്ഷിക്കുകയോ അല്ല. ഏതായാലും ഈ പുതിയ മനുഷ്യനെ, യാക്കോബിനെ, ഇനി നമുക്കൊന്ന് കാണാം. ഉൽപ്പത്തി പുസ്തകം 33 അധ്യായം മുതലാണ് നാം അതിനെയും കാണുവാൻ പോകുന്നത്. 33 അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ നാം വായിക്കുന്നത്, അനന്തരം യാക്കോബ് തലപൊക്കി നോക്കി, ഏശാവും അവനോട് കൂടെ 400 ആളും വരുന്നത് കണ്ടു. തൻ്റെ മക്കളെ ലേയയുടെ അടുക്കലും റാഹേലിൻ്റെ അടുക്കലും 2 ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ചു നിർത്തി. എങ്ങനെയെങ്കിലും കുടുംബത്തെ രക്ഷിക്കുവാനുള്ള തത്രപ്പാടിലാണ് യാക്കോബ്. അതുകൊണ്ട് അവൻ കുടുംബത്തെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കുന്നു. ഈ മനുഷ്യന്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. 2-3 വാക്യങ്ങളിൽ നാം കാണുന്നത്, അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും മുമ്പായും ലേയയെയും അവളുടെ മക്കളെയും പിന്നാലെയും റാഹേലിനെയും യോസഫിനെയും ഒടുക്കമായും നിർത്തി. അവൻ അവർക്ക് മുമ്പായി കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തൻ്റെ സഹോദരനോട് അടുത്തിയെന്നു. യാക്കോബ് ഏശാവിനെ നേരിടുന്ന ആ രംഗത്തിൻ്റെ ഒരു ചിത്രം ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഞാൻ ചിന്തിക്കുന്നത്, യാക്കോബ് 1 മൈൽ അകലെയെങ്കിലും നിന്നുകൊണ്ട് നമസ്കരിക്കുവാൻ തുടങ്ങിക്കാണും. നമുക്ക് ആ രംഗം ഒന്ന് ഭാവനയിൽ കാണാൻ ശ്രമിക്കാം. നമ്മുടെ നാട്ടിലെ വിധമാകുന്നുവെങ്കിൽ യാക്കോബ് തലേക്കെട്ടൊക്കെ എടുത്ത് മുണ്ടിൻ്റെ മടക്കിക്കുത്തൊക്കെ അഴിച്ചിട്ട്
നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു കൊണ്ടുവരികയാണ്. ഏശാവ് എന്തിനുള്ള പുറപ്പാടാണെന്ന് ഇതുവരെ യാക്കോബിന് അറിയില്ലല്ലോ. കൊല്ലാനാണോ തിന്നാനാണോ ആർക്കറിയാം. മാത്രമല്ല 400 ആളുകളും ഏശാവിൻ്റെ കൂട്ടത്തിലുണ്ട്. എതിർത്ത് നിൽക്കുവാൻ യാക്കോബിന് ത്രാണിയില്ല. 4-ാം വാക്യത്തിൽ നാം കാണുന്നത് ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റു, ആലിംഗനം ചെയ്തു, അവൻ്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു. 2 പേരും കരഞ്ഞു. അതെ, നമുക്കറിയാം, അവർ ഇരട്ടകളാണ്, അവർ സഹോദരങ്ങളാണ്. ദൈവം ഏശാവിൻ്റെ ഹൃദയത്തെ വാസ്തവത്തിൽ സ്പർശിച്ചെന്ന് തോന്നുന്നു. കാരണം യാക്കോബിനെ കൊന്നുകളയുമെന്ന് അവൻ പ്രതിജ്ഞയെടുത്തിരുന്നതാണല്ലോ. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഇനിയും ഏശാവ് പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ. പിന്നെ അവൻ തലപൊക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു. നിന്നോട് കൂടെയുള്ള ഇവർ ആർ എന്ന് ചോദിച്ചതിന് ദൈവം അടിയന് നൽകിയിരിക്കുന്ന മക്കൾ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ദാസിമാരും മക്കളും അടുത്തു വന്ന് നമസ്കരിച്ചു. ലേയും മക്കളും അടുത്തു വന്ന് നമസ്കരിച്ചു. ഒടുവിൽ യോസഫും റാഹേലും അടുത്തു വന്ന് നമസ്കരിച്ചു. തുടർന്ന് യാക്കോബ് തന്റെ കുടുംബത്തെ ഏശാവിന് പരിചയപ്പെടുത്തിയതിനു ശേഷം 8-ാം വാക്യത്തിൽ, ഞാൻ വഴിക്ക് കണ്ട ആ കൂട്ടമൊക്കെയും എന്തിന് എന്ന് അവൻ ചോദിച്ചതിന് യജമാനന് എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു എന്ന് അവൻ പറഞ്ഞു. തന്റെ സഹോദരനെ നേരിടുവാൻ താൻ ഒരുക്കിയ മാർഗം ശരിക്കും ഒത്തതായിരുന്നെന്ന് യാക്കോബ് ഒരു നിമിഷം ചിന്തിച്ചു. ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഏശാവ് ഇങ്ങനെ മരുങ്ങിയതെന്ന് അവൻ ചിന്തിച്ചു. പക്ഷേ ഇനിയും ഏശാവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. യാക്കോബിന്റെ പദ്ധതികളൊന്നും ആവശ്യമായിരുന്നില്ല. ഏശാവിൽ വലിയൊരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതിന് ഏശാവ്, സഹോദര, എനിക്ക് വേണ്ടുന്നതുണ്ട്, നിനക്കുള്ളത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഏശാവ് പറയുന്നത്, ഇതൊന്നും നീ എനിക്ക് കൊടുത്തയക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു, എനിക്കെല്ലാം ധാരാളമുണ്ടല്ലോ എന്ന്. 10-ാം വാക്യത്തിൽ നാം കാണുന്നു, അതിന് യാക്കോബ്, അങ്ങനെയല്ല, എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ സമ്മാനം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണമേ. ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ. 11-ാം വാക്യം, ഞാൻ അയച്ചിരിക്കുന്ന കാഴ്ച വാങ്ങണമേ. ദൈവം എന്നോട് കൃപ ചെയ്തിരിക്കുന്നു, എനിക്ക് വേണ്ടുവോളം ഉണ്ട് എന്ന് പറഞ്ഞു. അവനെ നിർബന്ധിച്ചു. അങ്ങനെ അവൻ അത് വാങ്ങി. ഇതൊരു തമാശ പോലെ തോന്നുന്നില്ലേ? ഈ സഹോദരങ്ങൾ ഇതുവരെ പരസ്പരം എന്തെങ്കിലുമൊക്കെ തട്ടിയെടുക്കണമെന്നുള്ള ചിന്തയിൽ നടന്നവരാണ്. പ്രത്യേകിച്ചും യാക്കോബിന്റെ കാര്യത്തിൽ അതല്ലേ സത്യം? എന്നാൽ ഇപ്പോൾ നാം യാക്കോബിനെ മൊത്തമായി ഒരു പുതിയ ഭാവത്തിൽ കാണുന്നു. ഇവിടെ അവൻ ഒരു സമ്മാനം സ്വീകരിക്കുവാൻ തന്റെ സഹോദരനെ നിർബന്ധിക്കുകയാണ്. ഏശാവ് പറയുന്നു, നീ അതെനിക്ക് തരേണ്ടതില്ല, എനിക്ക് വളരെയുണ്ട്. എന്നാൽ ഏശാവ് അത് സ്വീകരിക്കുവാൻ യാക്കോബ് വീണ്ടും വീണ്ടും നിർബന്ധിക്കുകയാണ്. ഈ യാക്കോബിന് എന്തോ ഒന്ന് സംഭവിച്ചില്ലേ? ഈ യാക്കോബ് എന്നെ ഓർപ്പിക്കുന്നത് പുതിയ നിയമത്തിലെ സക്കായിയെയാണ്. നമ്മുടെ കർത്താവ് ആ വഴിയെ നടന്നു പോകുമ്പോൾ സക്കായി അത്തിവൃക്ഷത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുകയായിരുന്നല്ലോ. കർത്താവിനെ താഴെ വിളിച്ചിറക്കി അവനോടൊപ്പം അവൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവൻ എന്തോ സംഭവിച്ചു. ആ മരത്തിൽ കയറുമ്പോഴത്തെ മനുഷ്യനല്ലായിരുന്നു പിന്നീടവൻ. അവൻ പറഞ്ഞത്, കർത്താവെ, ഇനി മേലിൽ മനുഷ്യരിൽ നിന്നും ഞാൻ മോഷ്ടിക്കുകയും പിടിച്ചുപറിക്കുകയും അവിശ്വസ്ത കാണിക്കുകയും ചെയ്യില്ല. തെറ്റായ മാർഗത്തിൽ താൻ കൈവശപ്പെടുത്തിയത് മാത്രമല്ല, പിന്നെയോ 4 മടങ്ങ് തിരികെ നൽകുവാനാണ് അവൻ പരിപാടിയിടുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി കർത്താവ് അവനെ ഗുണദോഷിക്കുകയോ ശാസിക്കുകയോ ഒന്നും ചെയ്തതായി നാം വായിക്കുന്നില്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ടങ്ങ് സംഭവിക്കുകയാണ്. എത്ര വലിയ രൂപാന്തരമാണ് അവന് സംഭവിച്ചിരിക്കുന്നത്. യേശു കർത്താവ് സന്ദർശിച്ച ഭവനം ഏതാണെന്ന് നിങ്ങൾക്ക് തീർച്ചയായും അറിയാം. എത്ര അനുഗ്രഹീതമായ അനുഭവം സുഹൃത്തെ! നിങ്ങളുടെ ഭവനത്തിൽ യേശു കർത്താവ് വന്നിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവ് വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്? അവൻ വന്നാൽ അതത്രേ സംഭവിക്കുന്നത്. ഇതുവരെ അങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ, ഇതുവരെ അവൻ നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, ഇപ്പോൾ അവനെ ആത്മാർത്ഥമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുമോ? തീർച്ചയായും യാക്കോബിൽ ഒരു വലിയ രൂപാന്തരം സംഭവിച്ചിരിക്കുന്നു.
പണ്ട് ഒരു പാത്രം പായസം നൽകി ജ്യേഷ്ഠാവകാശത്തിന് വിലപേശിയവൻ ഇപ്പോൾ ഇതാ തൻ്റെ സഹോദരന് ആടുകളെയും കന്നുകാലികളെയും ഒരു വിലയും വാങ്ങാതെ നൽകുകയാണ്. വാസ്തവത്തിൽ യാക്കോബ് ഏശാവിനെ ഈ പറഞ്ഞതൊക്കെയും സ്വീകരിക്കുവാൻ നിർബന്ധിക്കുകയാണ്. കാര്യം അവൻ മാറ്റപ്പെട്ടവനാണ്. ഇവിടെ കാര്യം കാണുവാൻ യാക്കോബ് അങ്ങനെ ചെയ്തു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു വശമുണ്ട്. കാരണം ആത്മാർത്ഥതയില്ലായിരുന്നെങ്കിൽ ഏശാവ് പ്രസാദിച്ചു എന്ന് കണ്ടപ്പോൾ പിന്നെ അവ സ്വീകരിക്കുവാൻ യാക്കോബ് നിർബന്ധിക്കേണ്ടിയിരുന്നില്ലല്ലോ. അതേ സുഹൃത്തെ, യേശു കർത്താവ് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തിയാൽ ആ ആളിൻ്റെ കൊടുക്കൽ വാങ്ങലിൽ അത് വളരെ പ്രതിഫലിക്കും. മാത്രവുമല്ല, അങ്ങനെയുള്ളവർ ഭൗതിക കാര്യങ്ങളോടുള്ള ആർത്തിയേക്കാൾ ആത്മീയ കാര്യങ്ങൾക്കും മറ്റുള്ളവരുമായുള്ള ബന്ധത്തിനും പ്രാധാന്യം നൽകും. ഒരു വ്യക്തി ദൈവപൈതലാകുന്നുവോ എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളത്രേ ഇതൊക്കെ. ഒടുവിലായി ഏശാവ് ആ സമ്മാനം സ്വീകരിച്ചു. അക്കാലങ്ങളിൽ പ്രത്യേകിച്ചും ആ നാട്ടിൽ ആരെങ്കിലും ഒരു സമ്മാനം സ്വീകരിക്കുവാൻ വൈമുഖ്യം കാണിച്ചാൽ അതൊരു അധിക്ഷേപമായിരുന്നു. അതുകൊണ്ട് ഏശാവ് സ്വീകരിക്കുന്നു. 12-ാം വാക്യത്തിൽ നാം കാണുന്നത്, പിന്നെ അവൻ, നാം പ്രയാണം ചെയ്തു പോകാം, ഞാൻ നിനക്ക് മുമ്പായി നടക്കാം എന്ന് പറഞ്ഞു. ഏശാവ് പറയുന്നത്, സഹോദരാ, നീ ഇപ്പോൾ ദേശത്തേക്ക് മടങ്ങി വരുന്നതിനാൽ വഴി കാണിക്കുവാനും നിനക്കൊരു സംരക്ഷണമായും ഞാൻ നിനക്ക് മുമ്പായി നടക്കാം. അപ്പോൾ ഏശാവ് ഈ 400 ആളെ കൊണ്ട് വന്നത് യാക്കോബിനെ സംരക്ഷിച്ചു കൊണ്ടുപോകാനാണെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ലല്ലോ. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, അതിന് അവൻ അവനോട്, കുട്ടികൾ നന്നായി ഇളയവർ എന്നും കറവുള്ള ആടുകളും കന്നുകാലികളും കൂടെ ഉണ്ടെന്നും യജമാനൻ അറിയുന്നുവല്ലോ. അവയെ ഒരു ദിവസം അധികമായി ഓടിച്ചാൽ കൂട്ടമെല്ലാം ചത്തുപോകും. യാക്കോബ് പറയുന്നത്, ഞാൻ എൻ്റെ കുടുംബത്തെ നടത്താം. കുട്ടികൾ വളരെ ചെറുപ്പമാണല്ലോ. അതുമാത്രമല്ല, കന്നുകാലികളിലും വളരെ ചെറിയവയുണ്ട്. ഞങ്ങൾക്ക് വളരെ വേഗത്തിൽ പോകുക സാധ്യമല്ല. നീ ആ 400 പേരുമായി വേഗത്തിലായിരിക്കുമല്ലോ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് നീ മുൻപോട്ട് പോയാലും. 15-ഉം 16-ഉം വാക്യങ്ങളിൽ കാണുന്നത്, എൻ്റെ ആളുകളിൽ ചിലരെ ഞാൻ നിന്റെ അടുക്കൽ നിർത്തട്ടെ എന്ന് ഏശാവ് പറഞ്ഞതിന്, എന്തിന്? യജമാനന്റെ കൃപയുണ്ടായാൽ മതി എന്നവൻ പറഞ്ഞു. അങ്ങനെ ഏശാവ് അന്ന് തൻ്റെ വഴിക്ക് സെയീരിലേക്ക് മടങ്ങിപ്പോയി. ഈ സമയത്ത് ഏശാവ് ജീവിച്ചിരുന്നത് കനാന്റെ തെക്കാണ്, സെയീരിൽ, ഏദോം നാട്ടിൽ. അവരുടെ പിതാവിൻ്റെ മരണശേഷം അവൻ സെയീർ പർവ്വതത്തിലേക്ക് മാറി. അത് പിന്നീട് ദൈവം ഏശാവിൻ്റെ അവകാശമായി നൽകിയുണ്ടായി എന്ന് ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇനിയും ഉൽപ്പത്തി 33-17 നാം കാണുന്നത്, യാക്കോബ് സുക്കോത്തിന് യാത്ര പുറപ്പെട്ടു. തനിക്കൊരു വീട് പണിതു. കന്നുകാലിക്കൂട്ടത്തിന് തൊഴുത്തുകളും കിട്ടി. അതുകൊണ്ട് ആ സ്ഥലത്തിന് സുക്കോത്ത് എന്ന് പേർ പറയുന്നു. നാം ഇവിടെ അങ്ങനെ അങ്ങ് ഓടിപ്പോകുവാൻ വരട്ടെ. അതായത് സംഭവിച്ച കാര്യങ്ങൾക്ക് ഒരു ശ്രദ്ധയും കൊടുക്കാതെ നമുക്ക് ഓടിപ്പോകാൻ സാധ്യമല്ലല്ലോ. യാക്കോബിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. തൻ്റെ സഹോദരനൊരു സമ്മാനം കൊടുത്ത് നേരെയാക്കുവാൻ യാക്കോബ് ഇട്ട പരിപാടിയെല്ലാം വൃഥാവായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. യാക്കോബിന് ദോഷമൊന്നും ചെയ്യാതിരിക്കുവാൻ ദൈവം ലാബാന് മുന്നറിയിപ്പ് നൽകി. യാക്കോബിനെ സ്വീകരിക്കുവാൻ ദൈവം ഏശാവിനെ ഒരുക്കി. ഇപ്പോൾ ഈ പറഞ്ഞിടത്തെല്ലാം യാക്കോബിന് സമാധാനമുണ്ട്. ഈ 2 സഹോദരന്മാർ തമ്മിൽ നിരന്നത് ആത്മാർത്ഥമായും ഔദാര്യമായും ആണെന്ന് മനസ്സിലാക്കാം. അതിനെപ്പറ്റി സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഏശാവ് സമ്പന്നനാണ്. മാത്രമല്ല, അവൻ്റെ ജ്യേഷ്ഠാവകാശത്തിന് അവൻ പ്രത്യേകിച്ച് വിലയൊന്നും നൽകുന്നില്ല. എന്നാൽ പിന്നെ തൻ്റെ സഹോദരനുമായി നിരപ്പാകാതെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോഴിതാ യാക്കോബിൻ്റെ മേൽ പ്രകാശം വീഴുവാൻ ആരംഭിക്കുന്നു. ലാബാൻ തൃപ്തിപ്പെട്ടു. ഏശാവ് നിരപ്പ് പ്രാപിച്ചു. ദൈവം ഇതെല്ലാം യാക്കോബിനായി ചെയ്തു. നേരെ മറിച്ച് തൻ്റെ തന്ത്രങ്ങളും കൗശലങ്ങളും കൊണ്ട് നടന്നിരുന്നെങ്കിൽ യാക്കോബ് ക്രൂരമായി കൊല്ലപ്പെടുമായിരുന്നു. ഇനിയും യാക്കോബ് തിരിഞ്ഞു നോക്കി തൻ്റെ ജീവിതത്തിലുടനീളം ദൈവകരം അനുഭവിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ പോകുകയാണ്. എന്നിരുന്നാലും മറക്കരുതേ, അവൻ വിതച്ച ദുഷ്ടത ഇതുവരെ കൊയ്തു തീർന്നിട്ടില്ല.
ഇനിയും ജീവിതത്തിൽ പലതും അവൻ സഹിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഏശാവ് സെയീരിലേക്ക് പോകുന്നു. ഇനിയും അവനെ നമുക്കധികം കാണുവാൻ കഴിയില്ല. 33 അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. യാക്കോബ് പദ്ദാൻ അരാമിൽ നിന്ന് വന്ന ശേഷം കനാൻ ദേശത്തിലെ ശേഖയും പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി. പട്ടണത്തിനരികെ പാളയമടിച്ചു. താൻ കൂടാരമടിച്ച നിലം ശേഖേമിൻ്റെ അപ്പനായ ഹമോരിൻ്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങി. ബേഥേലിലേക്ക് പോകാതെ സുക്കോത്തിലും ശേഖേമിലും നിന്നതിന് യാക്കോബിനെ പലരും വിമർശിക്കാറുണ്ട്. വാസ്തവത്തിൽ ഈ അവസരത്തിൽ യാക്കോബിൽ നിന്നും നാം അധികം പ്രതീക്ഷിക്കുന്നതും ശരിയാണോ എന്നെനിക്കറിയില്ല. ഒന്ന്, അവൻ കാൽ മുടന്തനാണ്. ആത്മീയ കാലുകൾ കൊണ്ടുപോലും നടക്കുവാൻ അവൻ പഠിക്കുന്നതേയുള്ളൂ. അവനൊരു ആത്മീയ ശിശുവാണ്. ഒറ്റ ദിവസം കൊണ്ട് എല്ലാ മാറ്റങ്ങളും വന്നു കഴിഞ്ഞു എന്ന് പറയുന്നത് നേരെയാകയില്ലല്ലോ. മാറ്റമുണ്ട്, എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം തികഞ്ഞു എന്ന് പറയുവാൻ സാധിക്കില്ല. 20 വാക്യത്തിൽ നാം കാണുന്നത്, അവിടെ അവൻ ഒരു യാഗപീഠം പണിതു. അതിന് എൽ എലീഹേ ഇസ്രായേൽ എന്ന് പേരിട്ടു. യാക്കോബ് ഒരു യാഗപീഠം ഇവിടെ പണിയുന്നു. ഇത് മനോഹരം തന്നെ. അതെ, അവൻ്റെ വല്യപ്പനായിരുന്ന അബ്രഹാമും പോയിടത്തെല്ലാം യാഗപീഠങ്ങൾ പണിതിരുന്നല്ലോ. ഇവിടുത്തെ അതിമനോഹരമായ ഒരു കാര്യം എന്തെന്നാൽ യാക്കോബ് തൻ്റെ പുതിയ പേര് ദൈവത്തിൻ്റെ പേരുമായി താദാത്മ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അവൻ ആ യാഗപീഠത്തിന് എൽ എലോഹേ ഇസ്രായേൽ എന്ന് പേരിട്ടു. അതിൻ്റെ അർത്ഥം ദൈവം ഇസ്രായേലിൻ്റെ ദൈവം എന്നാകും. ഇത് കാണിക്കുന്നത് ആത്മീയമായി അങ്ങോട്ട് നടക്കുവാൻ മാത്രം ആരംഭിച്ച ഒരു വ്യക്തിയിലെ യഥാർത്ഥ വളർച്ചയത്രേ. നമുക്കത് ഇങ്ങനെ പറയാം, ഈ മനുഷ്യൻ ബഥേലിലേക്കുള്ള വഴിയിലാകുന്നു. എന്നാൽ ഇതുവരെ അവൻ അവിടെ എത്തിയില്ല. ദൈവത്തിൻ്റെ ഭവനമായ ബഥേലിൽ എത്തിയിട്ടില്ല. ആദ്യം അവൻ സുഖോത്തിലേക്ക് യാത്രയാവുന്നു. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ച എപ്രകാരം ഇരിക്കുന്നു? ദൈവവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ആദ്യം ഉണ്ടാകേണ്ടത് ജീവിതത്തിലെ ഭയം മാറുവാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. ദൈവം എന്നോട് കൂടെയുണ്ട്. അവൻ എൻ്റെ കൈക്ക് പിടിച്ചെന്നെ നടത്തുന്നു. അവിടുത്തെ വാഗ്ദത്തങ്ങൾ എനിക്ക് മുറുകെ പിടിക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കി ഭീതിയും ഭയവും എല്ലാം കളഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുക. അതല്ല എങ്കിൽ നാം നമുക്ക് തന്നെ ദോഷം വരുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. യാക്കോബിന്റെ ജീവിതത്തിൽ തന്നെ നോക്കിക്കേ. ആദ്യം അവൻ കരുതി ലാബാൻ അവനെ കൊല്ലും എന്ന്. ഭയപ്പെട്ടിരുന്ന അവൻ സ്വന്തം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. എന്നാൽ ദൈവം ലാബാനെ വിലക്കി. യാക്കോബിനോട് യാതൊരു ദോഷവും ചെയ്യരുത് എന്ന് വളരെ കർശനമായി ദൈവം ലാബാന് മുന്നറിയിപ്പ് നൽകി. പിന്നീട് യാക്കോബിന്റെ ചിന്ത ഏശാവായി. 400 ആളുമായി വരുന്ന ഏശാവ് തന്നെയും കൊല്ലും, തന്റെ കൂടെയുള്ളത് മുഴുവനെയും നശിപ്പിക്കുമെന്നത്രേ യാക്കോബ് കരുതിയത്. എന്നാൽ ദൈവം മുന്നമേ തന്നെ അതിനും പരിഹാരമുണ്ടാക്കി. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിലെ ഭയങ്ങളല്ലേ യാഥാർത്ഥ്യങ്ങളെക്കാൾ മുൻപിൽ നിൽക്കുന്നത്? ഭാവിയെക്കുറിച്ചുള്ള ഭയം, മക്കളെക്കുറിച്ചുള്ള ഭയം, ആരോഗ്യത്തെക്കുറിച്ചുള്ള ഭയം, മനുഷ്യരെക്കുറിച്ചുള്ള ഭയം, എന്തിനെല്ലാം ഭയം. എന്നാൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ ഈ ഭയത്തിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ച് നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കും. നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ സഹായകമായ എത്രയെത്ര ആലോചനകളാണ് നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതം ദൈവഹിതപ്രകാരം ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളതാണോ സുഹൃത്തെ? അല്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുത്ത് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. നമുക്ക് അതിന് ദൈവത്തിൻ്റെ ശക്തി വേണം. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ ഹിതം തിരിച്ചറിയുവാൻ
ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ചുള്ള അവിടുത്തെ ഉദ്ദേശം വ്യക്തമായി മനസ്സിലാക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോരുത്തർക്കും അത് സാധ്യമാകുമെന്ന് നീ ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും അവിടുന്ന് ദോഷത്തിനായി ചെയ്യുന്ന കർത്താവല്ലല്ലോ. അതുകൊണ്ട് ലഭിക്കുന്ന അവസരങ്ങളെ കർത്താവെ നിൻ്റെ വചനത്തിനനുസരിച്ച് ചിന്തിച്ച് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. യാക്കോബിൻ്റെ ജീവിതത്തിൽ നിന്നും ഞങ്ങളെ പഠിപ്പിച്ച അതിമഹത്തായ പാഠങ്ങൾക്കായി സ്തോത്രം. അവൻ്റെ ജീവിതത്തിലെ ആ പാഠങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വലിയ പാഠങ്ങളായി കണ്ടനുസരിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് അവിടുത്തെ കൃപയിൽ നിലനിർത്തണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് വചനം ശ്രദ്ധിച്ചതിന് വളരെ നന്ദി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.